ഈ ചോദ്യം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം, അല്ലെങ്കിൽ ആൻസർ ചെയ്യണേ ചെയ്യാം. മറ്റ് പല നടന്മാരുടെയും പാൻ ഇന്ത്യൻ യാത്ര ആഘോഷിക്കപ്പെടുമ്പോൾ നീരജിന്റെ ഒരു പാൻ ഇന്ത്യൻ യാത്ര വേണ്ട രീതിയിൽ ആഘോഷിക്കപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. മേ ബി ദാറ്റ്സ് കൈൻഡ് ഓഫ് ട്രൂ. കുറച്ച് സുഹൃത്തുക്കളുണ്ട് എന്നുള്ളതിലുപരി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ എത്തിപ്പെട്ടിട്ടില്ല. നമ്മളെ ലൈഫിൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കാത്ത ചമ്മല് ജാള്യതയൊക്കെയാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിലെ കഥാപാത്രം ഒരു തരത്തിൽ പറഞ്ഞ ഇപ്പൊ ആൾക്കാർ തന്തവൈബ് എന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ചൊരു അതുകൊണ്ടാണ് ചെയ്തത്. അതെ, അതുകൊണ്ടാണ് സ്വയം ഒരു ബോധ്യം ഉണ്ടോ അങ്ങനെയാണ്? ഡെഫിനറ്റ്ലി. അത് വൻ സെയിം കളിയാണ്. ഇത് വേറെ പാർട്ടിയാണ്. അല്ല, ഈ പാർട്ടിയിലെ കഥ പറയാനില്ല. എന്നിട്ട് ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഞാൻ ചെല്ലുമ്പോ നിവിനും വിക്രം സാറും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഞാൻ ദൈവം ഇത്ര വലിയ ആളായോ, അതായത് തോളത്തൊക്കെ ആയിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നടുക്ക് പരിചയമുള്ള ഒരാള്. അവര് തമ്മിൽ പരസ്പരം ചോദിക്കുന്നു, ആരെന്താ പയ്യൻ? ഇവരാരും വിളിച്ചാൽ വരില്ല. ഇവരൊക്കെ മറ്റേ കഥയും കൂടെ പറയാം. ഇത് ഏത് പടത്തിന്റെ സമയത്താ? പടത്തിൽ ഞങ്ങൾ അടിക്കാറില്ല, വെറുതെ നിങ്ങളാ. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഇതും കൂടെ അയച്ചു കൊടുത്തു. അവൻ തമിഴ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു. അതാവും തേക്കാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. നീ ചോദിച്ചല്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. റാണ ദഗുപട്ടിയോട് ഇവൻ ഓർമ്മയുണ്ടോ ചോദിച്ചു, ഡു യു റിമെമ്പർ മീ? അപ്പൊ പുള്ളി ഇങ്ങനെ പെട്ടെന്ന് ചോദ്യം വന്നപ്പോൾ പുള്ളി ഇങ്ങനെ ഒന്ന് ഇങ്ങനെ അയച്ചപ്പോൾ യു ഡോണ്ട് സീം ടു. ഞാൻ അയ്യോ, പുള്ളിക്കൊരു അവാർഡിന്റെ അത്ര ഉള്ളു. അവിടെ അനിരുദ്ധ്, DSP, പിന്നെ രവി തേജയൊക്കെ പരിചയപ്പെടുത്തി. പിന്നെ അവിടുന്ന് കഥകൾ ഉണ്ടാകുമല്ലോ. നമ്മള് എന്നെ ഉണ്ടാ നീ ഗൗരി എന്ന് പറയുമ്പോ 96-ലെ ഗൗരി, അങ്ങനെ ഒരു ടാഗ് വരുന്നുണ്ട്. ചിലപ്പോ തോന്നും ഇതിപ്പോ 5 വർഷം 6 വർഷം ആവാറായി, എന്നാലും 96 ആണല്ലോ ഇപ്പോഴും പറയുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞ് ചെയ്യുന്നതൊന്നും അങ്ങ് ഇമ്പാക്ട് ഇല്ല എന്നുള്ളൊരു സങ്കടം. ബാഹുബലിയുടെ ഒരു പ്രീക്വൽ പ്ലാനിങ് ഉണ്ടായിരുന്നു. നെറ്റ്ഫ്ലിക്സ് അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പ്രൊജക്റ്റ്. അതിൽ കട്ടപ്പയുടെ ചെറുപ്പകാലത്തിന് വേണ്ടിയിട്ട് എൻ്റെ തന്നെ 1-2 തിരക്കഥകൾ സിനിമയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു പക്ഷേ അടുത്ത 5 വർഷത്തിനുള്ളിൽ ഒരു പടം സംവിധാനം ചെയ്തേക്കാം. വെൽക്കം ഗൗരി, നീരജ് ആൻഡ് അജു, സ്വാഗതം. താങ്ക് യു. ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് ഇന്നത്തെ വിഷയം. ഇപ്പം അജു ആണെങ്കിൽ കേരളത്തിൽ സീരീസ് ചെയ്തിട്ടുണ്ട്, മലയാള സിനിമയാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഗൗരി തമിഴിൽ നിന്നാണ് വരുന്നത്. നീരജിൻ്റെ ഒരു യാത്ര നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിയാലിറ്റി ഷോയിൽ നിന്നും ധർമാറ്റിക് പ്രൊഡക്ഷൻസിൻ്റെ കരൺ ജോഹറിൻ്റെ സീരീസ് വരെ എത്തി നിൽക്കുകയാണ്. ഈ ഒരു ജേണി ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കാരണം കരൺ ജോഹറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഷോർട്ട് ടൈം ചെയ്യുന്നു, പിന്നെ ആക്ഷൻ ഹീറോ സിനിമ ഞാൻ എൻ്റെ കാസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പടം കണ്ടുപോകുന്ന വഴിക്കാണ് നീരജിനെ കാണുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് ആണ് വേണ്ടത്. നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ബോളിവുഡ് സിനിമയിൽ നമ്മളൊട്ടും പ്രതീക്ഷിക്കാതാണ് കാണുന്നത്. ഈ ഒരു ജേർണി ശരിക്കും എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വിലയിരുത്തല്ല, ഞാനിത് ബോളിവുഡിൽ എത്തിപ്പെട്ടതൊന്നും പ്ലാൻ ചെയ്തതല്ല. പക്ഷെ എൻ്റെ ഒരേ ഒരു പേർപ്പസ് ഞാൻ ഈ പറയുന്ന എക്സ്പെരിമെൻ്റ് ചെയ്യാനും പൈനിയർ ചെയ്യാനും വെഞ്ചർ ഔട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്. നമ്മുടെ കംഫർട്ട് സോണിൽ ഒരു സ്ഥലത്ത് സാച്ചുറേറ്റഡ് ആണെന്ന് തോന്നിക്കഴിയുമ്പം പെട്ടെന്ന് അതിൻ്റെ പുറത്തേക്ക് കിടക്കുക, അടുത്ത പരിപാടി പിടിക്കുക. അപ്പം പുഷിങ് ദ ബൗണ്ടറീസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിന് വേണ്ടി കോൺസ്റ്റൻ്റ്ലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എവിടേക്കോ അധികം ആൾക്കാർ സഞ്ചരിക്കാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചിലപ്പോൾ ആദ്യം എത്തും. നമ്മൾ അങ്ങനെയാണല്ലോ ഈ പറയുന്ന എന്താ പറയുക, മൗണ്ടൻ കയറുന്ന കഥ വരെ എങ്ങനെയാണല്ലോ നമ്മൾ ആദ്യം എത്തുന്നയാളെന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു മത്സര ബുദ്ധിയോട് കൂടിയല്ല അത് ചെയ്യുന്നത്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മൾ അർഹിക്കുന്ന പരിഗണനകളോ അല്ലെങ്കിൽ നമ്മളുടെ ടാലൻറ്റിൻ്റെ പൊട്ടൻഷ്യൽ ടാപ്പ് ഇൻ ചെയ്യാൻ പറ്റുന്നില്ല, ഇതിനേക്കാൾ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ നമ്മൾ വെഞ്ചർ ഔട്ട് ചെയ്യാണ്. അങ്ങനെ ചെയ്ത് ഞാൻ ചെയ്യുന്ന കാര്യം നമ്മൾ ട്രൈ ടു കീപ് മൈസെൽഫ് അപ്ഡേറ്റഡ് അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് ഇൻ വേൾഡ് സിനിമ. ഓർ ഇപ്പം ഞാൻ ഫാമിലി മാൻ വന്നത് എനിക്ക് 2018-ലാണ്. 19 എൻക്വയറി വരുന്നത് 17 എൻഡിലാണ്. അപ്പോൾ അന്നൊക്കെ OTT എന്ന് പറയുന്നത് വളരെ സുപരിചിതമല്ല, ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയില്ല. ഞാൻ പോലും നമ്മുടെ കൊളീഗ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പം സീരിയൽ പരിപാടി, സിനിമയിൽ നിന്ന് സീരിയലിലോട്ട് പോകണോ എന്നുള്ള ഞാൻ ഇത് ഒരുപാട് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ വരെ ആൾക്കാർ മോക്കറിയായിട്ട് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ അന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. പക്ഷേ അത് നല്ല രീതിയിൽ വന്നില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ റിസ്ക് ആയിരുന്നു. കാരണം 1 വർഷം ഞാൻ മാറി നിന്നു.
പക്ഷെ അത്തരം റിസ്കുകൾ എടുക്കാൻ സന്നദ്ധനായിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിപ്പം മ്യൂസിക്കിലോട്ട് വെഞ്ചർ ഔട്ട് ചെയ്തപ്പോഴും ഇപ്പം ഈ പറഞ്ഞ കോവിഡ് കാലത്താണ് ഞാൻ മ്യൂസിക്കിലേക്ക് വെഞ്ചർ ഔട്ട് ചെയ്യുന്നത്. അതും ഒരു ഫലേച്ഛ നോക്കാതെ ഉള്ളൊരു പ്രവൃത്തിയാണ്. ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ നമ്മളിത് ചെയ്ത് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നത്. ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇതിനൊന്നും അതത് കാലഘട്ടത്തിൽ വലിയ കയ്യടി കിട്ടാറില്ല എന്നുള്ളതും ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കാരണം കുറച്ച് അഹെഡ് ഓഫ് ദ ടൈമാണ്. അപ്പോൾ കണ്ടംപററീസിന് അത് മനസ്സിലാക്കാനോ അതിനെ ഇപ്പം 2019 അത് ഇറങ്ങിയത്, 2020 ശേഷമാണ് പറഞ്ഞു മലയാളികൾ പോലും സീരീസുകൾ പല കാര്യങ്ങളും നമ്മൾ പൈനിയർ ചെയ്യുമ്പോഴുണ്ട്. അതിനകത്തുള്ളൊരു ഒരു ചെറിയൊരു ഡൗൺ സൈഡ് അല്ല, നമുക്ക് അർഹിക്കുന്ന അംഗീകാരങ്ങൾ ചിലപ്പം അതിന് കിട്ടാം. അതിന് പിന്നീട് ഈ മാധ്യമങ്ങളും ഈ വഴികളും തുറന്നു കിട്ടുമ്പം പിന്നീട് വരുന്ന ഇതിനേക്കാൾ ക്ലൗട്ടുള്ള ആളുകൾ ചിലപ്പോൾ ആ കൈയ്യടി കൊണ്ടുപോയേക്കാം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പം പക്ഷെ ഐ തിങ്ക് ഇതിൻ്റെ ഒരു അക്യുമുലേഷൻ, ഇതിൻ്റെ ഒരു കൾമിനേഷൻ ആയിരിക്കും. ഒരുപാട് കാലത്തിന് ശേഷമായിരിക്കും നമുക്ക് അതിനൊരു യഥാർത്ഥ റെക്കഗ്നിഷൻ കിട്ടുക എന്ന് തോന്നുന്നു. അപ്പം ഞാനതുകൊണ്ട് എൻ്റെ ഈ പരിപാടി നിർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള ഇതേപോലെ തന്നെ ഈ വെഞ്ചറിങ് ഔട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹിന്ദി സിനിമയിൽ സൈജു കുറുപ്പും അജു വർഗീസും ഒരു ക്യാരവാൻ്റെ 2 മുറികളിലിരുന്ന് ഓഡിഷൻ കൊടുത്തൊരു കഥയുണ്ട്. എന്നിട്ട് കിട്ടിയത് ഇദ്ദേഹത്തിനാന്ന് എനിക്ക് തോന്നുന്നത്. സൈജു ചേട്ടൻ ഓൾറെഡി ഹിന്ദി അവിടെ നിന്ന് വന്നതാണ്, ഹിന്ദി അറിയാം. എന്നിട്ട് പുള്ളി റിജക്റ്റ് ആയി. അത് ഞാൻ എടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ സഹിച്ചേട്ടാ ഓഡിഷൻ കൊടുത്തോ? ഇല്ല, അത് ഭയങ്കര ടഫാണ്. ഞാൻ പിന്നെ എടുത്തേ ഇല്ല. പിന്നെ ഹിന്ദി ഓൾറെഡി ഹിന്ദി ഞാൻ പറഞ്ഞ നാച്ചുറലി നീ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ എന്തെങ്കിലും നീരജ് കൊടുത്തിട്ടുണ്ട്? ആ സിനിമയ്ക്ക് എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട് അവര്. മറ്റേ 3 Idiotsന്റെ സോറി, അതെനിക്ക് മിസ് ചെയ്യാൻ പറ്റിയില്ല. ചിച്ചോരയിലെ ഒരു മെയിൻ ക്യാരക്ടർ എനിക്കായിരുന്നു അത്. പക്ഷേ എല്ലാം കഴിഞ്ഞ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പം ഫാമിലി മാൻ രണ്ടും ഒരുമിച്ചായിരുന്നു. ഈ ചോദ്യം വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം, അല്ലെങ്കിൽ ആൻസർ ചെയ്യണേ ചെയ്യാം. ഇപ്പം നീരജ് മറ്റ് പല നടന്മാരുടെയും പാൻ ഇന്ത്യൻ യാത്ര ആഘോഷിക്കപ്പെടുമ്പോൾ നീരജിൻ്റെ ഒരു പാൻ ഇന്ത്യൻ യാത്ര വേണ്ട രീതിയിൽ ആഘോഷിക്കപ്പെടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? മേ ബി ദാറ്റ്സ് കൈൻഡ് ഓഫ് ട്രൂ. കാരണം നമ്മളത് ആ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അക്നോളജ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ടാവാം. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഹെഡ് ഓഫ് ദ ടൈം ആയിരുന്നു. അതിലേക്ക് എല്ലാവരുടെയും അറ്റൻഷൻ വരുന്ന സമയത്തല്ല അത് സംഭവിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത്, പലപ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. അപ്പം നമ്മളൊരു സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പം ഞാൻ മോസ്റ്റ്ലി ഒരു ഇൻഡിവിജ്വലാണ്. അപ്പം നമ്മൾക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട് എന്നുള്ളതിലുപരി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്ക് ഞാൻ എത്തിപ്പെട്ടിട്ടില്ല. അപ്പോൾ അതും ഒരു ഘടകമായിരിക്കും. അങ്ങനെ പല ഘടകങ്ങളുണ്ട്. ആൻഡ് I strongly believe when you crack that one big thing, നമ്മൾ ഇതുവരെ ചെയ്തു വെച്ച എല്ലാം ആളുകൾ പിന്നീട് ചർച്ച ചെയ്യപ്പെടും എന്നുള്ള ഒരു സംഭവം. അത് ഐ ഹവ് സീൻ ദാറ്റ് ഹാപ്പൻ ടു പീപ്പിൾ. അപ്പോൾ അങ്ങനെ ഒരു നാഴികക്കല്ല് സംഭവിക്കുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ ഇത് ഇയാളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് അപ്പോൾ പറയുന്നത്. അപ്പം ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ദാറ്റ് ബിഗ് ബ്രേക്ക്. മെമ്മറീസിലെ 2 സീനൊക്കെ ഇപ്പോൾ ഓർത്ത് പറയുന്നുണ്ട്. സമയമാവുന്നുള്ളല്ലോ ഒരു പക്ഷേ. ചെറുപ്പല്ലേ? ഈ ചെറുപ്പം എന്ന് പറഞ്ഞപ്പോഴത്തെ ഇതിലെ കഥാപാത്രം ഒരു തരത്തിൽ പറഞ്ഞ ഇപ്പൊ ആൾക്കാർ തന്തവൈബ് എന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ചൊരു അതുകൊണ്ടാ ചെയ്തത്. അതെ, അതുകൊണ്ടാണ്. സ്വയം ഒരു ബോധ്യമുണ്ടോ അങ്ങനെയാണ്? ഡെഫിനറ്റ്ലി ഞാൻ ഭയങ്കര അതിൻ്റെ അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു സെൽഫായിട്ട് നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ എന്റെ പ്രായം മാറി ഞാനൊരു അങ്കിൾ വൈബിലേക്ക് കയറുന്നു, അങ്ങനെ ഒരു തോന്നൽ വന്നാൽ അത് ഓവർകം ചെയ്യാൻ നോക്കണം. ഞാൻ ആസ്വദിക്കുന്ന ആളാണ്. പെട്ടെന്ന് അങ്കിളാവാൻ താല്പര്യം. പക്ഷെ അങ്ങനെയല്ല, പുള്ളി ഓപ്പൺ ടു ക്രിറ്റിസിസം ആണ് കേട്ടോ. ഈ ചെറുപ്പം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടും അപ്ഡേറ്റഡ് ആവാനുള്ള മെനക്കേടും കാരണം ഇതാ സേഫ്. എന്തെങ്കിലും പറഞ്ഞു പോയാലും കുഴപ്പമില്ലല്ലോ, വൈബായി പോയി. ഞാൻ ഇതിന് മുന്നത്തെ ഒരു ഇന്റർവ്യൂവില് നീരജിന്റെ ലുക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഷൂ, മുറി മുഴുവനും ഷൂവും പലതരത്തിലുള്ള, ഇപ്പം രൺവീർ സിംഗ് യൂസ് ചെയ്യുന്ന ടൈപ്പുള്ള ഒരുപാട് കോസ്റ്റ്യൂംസും കയ്യിലുണ്ടെന്ന് പറയാം. രൺവീർ സിംഗ് യൂസ് ചെയ്യുന്ന ടൈപ്പ് അല്ല, ആ ഒരു രൺവീർ സിംഗ് ചെയ്തപ്പോഴും അത് നോർമലൈസ് ആയി തുടങ്ങി. അതിനു മുമ്പ് അല്ലെങ്കിൽ ആൾക്കാർ അയ്യോ എന്ന് പറഞ്ഞു. ഞാൻ ധ്യാനമൊക്കെ പിങ്കും ഒക്കെ ഇട്ടൊരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹം പണ്ട് ഇന്റർവ്യൂവിൽ വരാൻ തുടങ്ങിയത് ഈ അടുത്താണല്ലോ, കഴിഞ്ഞ കോവിഡൊക്കെ. എൻജോയ് ഉള്ള ബ്രാൻഡിലോട്ട് മാറിയപ്പോഴാണ്.
പക്ഷെ അതിന് മുന്നേ അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. അത് കാണുന്ന ആൾക്കാർ ഞങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ പറഞ്ഞ പോലെ അടികപ്പയാറിൻ്റെ ഷൂട്ടിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു, ആ സമയത്ത് 2-3 ഷൂ ഡെലിവറായി ഹോട്ടലിലോട്ട്. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു ഇവൻ രാവിലെ എണീറ്റ് ഷൂട്ടിന് പോകണു, ഇത് എവിടെ ഇടാൻ? പക്ഷെ അത് അയാളുടെ സൗകര്യമാണ്, മനസ്സിലായി. അന്നത്തെ ഒരു ചീത്ത വൈബായിരുന്നു ആ ചോദ്യമൊക്കെ എൻ്റെ ഉള്ളിൽ വന്നതും. അല്ലെങ്കിൽ ഞങ്ങൾ കളിയാക്കിയത്, ഞങ്ങൾ ഓർക്കുന്നുണ്ട് ഞങ്ങൾ കളിയാക്കിയത്. ഇവൻ രാവിലെ ഹൈദരാബാദിൽ എൻ്റെയും ധ്യാൻ്റെയും മുറിയിൽ ഇവർക്ക് ഫ്ലൈറ്റ് രാവിലെ, തലേദിവസം എല്ലാവരും പാർട്ടി കഴിഞ്ഞ് ലേറ്റായി. അപ്പം ഇവൻ ബെല്ലടിച്ച് ധ്യാൻ അവനായിരിക്കും എന്ന് പറഞ്ഞ് ചെന്ന് തുറക്കുമ്പോൾ കയ്യിൽ സ്പീക്കറൊക്കെ പിടിച്ച് വെളുപ്പിന് 3:30-4 മണിയാണേ. എന്നിട്ട് ഷോർട്സൊക്കെ ഇട്ടിട്ട് അത് ഇന്ന് നോർമലായി. ഇന്ന് ഇദ്ദേഹം ചെയ്തുകൊണ്ടല്ല, ഇന്ന് മൊത്തത്തിൽ സമൂഹത്തിൽ അത് അങ്ങനെയുള്ള കുറേ പേരെ കാണാൻ തുടങ്ങി. അന്ന് തീർച്ചയായിട്ടും നീരജ് മാധവ്, വേറെ ഇപ്പം നമ്മൾ താങ്കൾ യൂസ് ചെയ്ത രൺബീർ സിംഗ് എന്ത് ഇമേജാണ് ക്രിയേറ്റ് ചെയ്തത്, അത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തു. കാലത്തിന് മുന്നേ സഞ്ചരിച്ചു. കുഞ്ഞെ, നീ വലിയ ട്രെൻഡി ആണെന്ന് ഞാൻ അറിഞ്ഞില്ല. അന്ന് കോമാളിയായിട്ട് തോന്നിയെങ്കിൽ കോമാളിയല്ല, ഇവ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നേ? അത് ആക്ച്വലി ഞാൻ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ അത് നമ്മളൊരു പൊതുസമൂഹത്തിലുള്ളൊരു നോംസ് ഉണ്ടല്ലോ, അപ്പോൾ ആളുകൾക്ക് ഇതൊക്കെ എന്തോ ഒരു കിളിപോയ ആക്ടിവിറ്റി ആയിട്ടായിരുന്നു തോന്നിയിട്ടുണ്ടാവുക. ഞാനത് കെയർ ചെയ്യാതിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ഈ സിനിമാക്കാരുടെ ഇടയിലുള്ള ഒരു ഗ്രൂമിങ് ഉണ്ട്. ഇപ്പം ഞാൻ ഇൻ്റർവ്യൂസിനൊക്കെ പോകുമ്പം ഞാൻ കുറച്ച് ഓവർ ദ ടോപ്പായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് വെറുതെ ജാട പട്ടി ഷോ എന്നുള്ള പരിപാടി വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ കാലം എൻ്റെ വാർഡ്രോബിലുള്ള എൻ്റെ ഇഷ്ടമുള്ള ഔട്ട്ഫിറ്റ്സ് ഒന്നും ഇടാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒട്ട് പുല്ലെന്നുള്ള മൈൻഡായി. ഇന്ന് ഞാൻ അങ്ങനെ അത് ഇപ്പം ലൈസൻസായി. ഞാൻ 1-2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, നീരജിനെ ഇരുത്തി പറയാം. ഇല്ല, എന്നെ തെല്ലണ്ടമ്മയുടെ കൊറിയോഗ്രാഫറാണ് ഇദ്ദേഹം. അതെ. ഇദ്ദേഹം ആദ്യത്തെ 3 ദിവസം ഷൂട്ട്. അപ്പം ഞാൻ ഇവനും വിളിച്ചാൽ പോവില്ല റിഹേഴ്സ് ചെയ്യാനൊന്നും. റിഹേഴ്സ് ചെയ്യാൻ പോവും ഷോട്ടിന് മുന്നേ, അല്ലാതെ അതിന് മുന്നേ പഠിപ്പിക്കാൻ ഒന്നും. എൻ്റെ മനസ്സിൽ ഡാൻസ് കളിക്കാനല്ല ഞാൻ വന്നതെന്നുള്ളതുണ്ട്. ഡാൻസ് എന്നെ ഇന്ന് കിട്ടില്ല. നിവിൻ ഹീറോ ആയതുകൊണ്ട് അവൻ പഠിക്കണം, അപ്പം അവൻ പോകണം. 2 പേരും പോയില്ല. ആദ്യത്തെ 2 ദിവസം ചേട്ടൻ വിശ്വസിക്കില്ല, ജോമോനാണ് ക്യാമറ, പ്രീതേട്ടനാണ്. അവരൊന്നും അങ്ങനെ ഇടപെടുന്നൊന്നുമില്ല, നീരജാണ് എല്ലാം ചെയ്യുന്നത്. ആർക്കും അവിടെ ഒരു ധാരണയില്ലായിരുന്നു. 3-ാമത്തെ ദിവസം അന്ന് ഓർഡർ ചെയ്യാനും, അന്ന് സ്പോട്ട് ഇങ്ങനെ കോമൺ അല്ലല്ലോ, സോങ് ഉള്ളപ്പോഴേ സ്പോട്ട് അടിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ സ്പോട്ട് വന്ന് ഇങ്ങനെ ഒന്ന് ഓർഡറൊക്കെ ചെയ്ത് 3-ാം ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, വിനോദേട്ടൻ്റെയും വിനോദേട്ടൻ പ്രീതേട്ടനൊക്കെ ഇരുന്നത് ഓർഡർ ചെയ്ത് കണ്ടപ്പോൾ എല്ലാവരും എന്ന് തോന്നും, വാവും ആ സാധനം വന്നത്. കാര്യം അപ്പോഴേ അവർക്കൊരു ക്ലാരിറ്റി കിട്ടി, ഇത് കൊള്ളാമല്ലേ, ഇതിൽ ഷൂട്ട് ചെയ്ത് അവർ വിചാരിച്ചോട്ട് ഇത് കളയാതാ. അത് ഞാൻ കൊറിയോഗ്രാഫി ചെയ്യാനുള്ള കാരണം വിനീത് പറഞ്ഞിട്ടല്ലേ? അല്ലല്ല, കൊറിയോഗ്രാഫർ, അതായത് നിങ്ങളുടെ മറ്റേ പഴനിയോ എവിടെ ഷെഡ്യൂൾ ഉണ്ടായിരുന്നല്ലോ, അതിന് മുന്നേ ഈ സോങ് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത് കൊറിയോഗ്രാഫറിന് ഡേറ്റ് അയാൾ വന്നില്ല. അപ്പൊ ഈ 2 ദിവസം വെറുതെ ഷൂട്ട് നടക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യും, വെറുതെ ഡേ വേസ്റ്റ് ആവുകയാണ്. പിന്നെ എനിക്ക് ഇറങ്ങി വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ വന്നു. ഇത് എൻ്റെ അടുത്ത് ജോമോൻ ഞാനും കൂടി ഇരിക്കുമ്പം ജോമോൻ പറഞ്ഞു. അപ്പം ഞാൻ വെറുതെ കേട്ടിട്ട് പറഞ്ഞു, ഞാൻ ഒരു കൈ നോക്കണം. പുള്ളിക്കാരനെ അറിയാം ഞാൻ ഡാൻസ് ചെയ്യുന്നു, പുള്ളിക്കാരൻ്റെ കല്യാണത്തിനൊക്കെ പോയിട്ട് നമ്മൾ നീ എന്ത് ചെയ്യുന്നു? അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ? പക്ഷേ വെച്ചാൽ കൊറിയോഗ്രാഫി ഈസ് വേ ഓഫ് ഡയറക്ഷൻ. അപ്പം ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ സമയത്ത് പഠിച്ചിട്ടുള്ള ചില പൊടിക്കൈകളൊക്കെ ഞാനൊരു ചെറിയ സ്റ്റോറി ബോർഡ് പിന്നെ ഒരു പേപ്പറിലൊക്കെ വരച്ചിട്ട് പുള്ളിക്കൊണ്ട്, എടാ ഇത് കൊള്ളാലെന്നാ നീ ചെയ്യും ഉറപ്പല്ലേ, അങ്ങനെയാണ് പരിപാടി ഓടുന്നത്. എന്നെ സംബന്ധിച്ച് എനിക്കൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു പുതിയൊരു കാര്യം ചെയ്യാന്നുള്ളത്. ലൈക്ക് ഐ ടോൾഡ് യു, വെഞ്ചറിങ് ഔട്ട് ആൻഡ് ഡൂയിങ് ന്യൂ തിങ്സ്. അപ്പം ഞാൻ അങ്ങോട്ട് ഏറ്റെടുത്തതാ ഈ പരിപാടി. ഇന്നും ആ വീഡിയോയ്ക്ക് സോങ്ങിനും ഫാൻസ്. അത് ഭയങ്കര വളരെ അന്ന് അയാളത് ചെയ്യുമ്പം അവിടെ ആരും വലിയ ബലൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അയാൾ ചെയ്യുന്നത് വളരെ ഹെഡ് ഓഫ് ടൈം, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അത്. അത് ഒരു സമയം ആവുമ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വരും. ആളുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് നിവിൻ്റെ വലിയൊരു തിരിച്ചുവരവും ബേസിൽ സംവിധാനം ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. നിവിൻ്റെ ഒരു വീഡിയോ ഈ അടുത്ത് ഒരുപാട് വൈറലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ബേസിലിൻ്റെ ഹിന്ദി ഡയറക്ഷൻ വഴിയായിരിക്കും അജുവിൻ്റെ ഹിന്ദി എൻട്രി? ബേസിൽ ഏത് ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല ആക്ച്വലി. ഇനിയും അഭിനയിക്കാനും റിലീസ് ചെയ്യാനൊക്കെ ഇല്ലേ? ഞാൻ ഈ ബേസിൽ ഇങ്ങനെ ഒരു ഹിന്ദി സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞ 1 വർഷം മുന്നേ ഞാൻ അവന് ഒരു വോയിസ് നോട്ട് അയച്ചു കൊടുത്തു. അത് കേൾപ്പിക്കണോ? ഹിന്ദിയാണോ?
കേൾക്കണം. ഇത് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ ആരട്ടം പറഞ്ഞോളെ. വെള്ളം ബേസിലിന് ഞാനൊരു വോയിസ് നോട്ട് അയച്ചു കൊടുത്തു. കോഫിയാണ്. അതായത് ഞാനിങ്ങനെ ഒരു ദിവസം രാവിലെ എണീറ്റപ്പോഴാണ് ബേസിൽ ജോസഫ് ഹിന്ദി സിനിമ ചെയ്യുന്നു എന്ന് ന്യൂസ് കേൾക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഞങ്ങളത് ഡിസ്കസ് ചെയ്തിട്ടൊന്നും അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ചോദിക്കാറൊന്നുമില്ല എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ. നിങ്ങൾ സംസാരിച്ചു, ഞാനത് കണ്ടുപിടിച്ച് തരാം. അത് കേൾക്കേണ്ടതാ. അത് കേട്ടിട്ട് മതി. അത് കേട്ടില്ലെങ്കിൽ ഫ്ലോ അങ്ങ് പോകും. ഇവനൊരു കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ടോ? മീഡിയയിലും കുറച്ചധികം ചോദിച്ചിട്ടുണ്ടല്ലോ. ഇതാണോ ഒന്നും ചോദിക്കാറില്ല എന്ന് പറഞ്ഞത്. അതല്ലാതെ അങ്ങനല്ല, എല്ലാരും ചോദിക്കുന്നു. അതെല്ലാ നീ ചെയ്യുന്ന മാസവും രൺബീർ hit കപൂർ അടിച്ചോണ്ട് പടത്തിൽ ഞാനല്ലേ? അതാണ്. എല്ലാ മാസവും ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളൊന്ന് കറങ്ങി ആ ചോദ്യം കണ്ടിന്യൂ ചെയ്ത് പോയിക്കോ, ഞാൻ അയച്ചു തരാം. ബേസിനെ പറ്റി പറയുമ്പോൾ ഇത് കണക്ട് ചെയ്യണം. ഈ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് പല ട്രോളുകളൊക്കെ ഏറ്റു വാങ്ങിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ഏറ്റവും ആളുകളെ ഏറ്റവും രസിച്ച് കാണുന്ന അല്ലെങ്കിൽ പോസിറ്റീവ് കമൻസ് വരുന്ന ഒരു സീനാണ് നീരജ് വന്നിട്ട് ഈ മുടി നീട്ടിയുള്ള തള്ളയാണോ ഡയറക്റ്റ് ചെയ്യാമോ? കാണാറുണ്ടോ അതിൻ്റെ റീലുകള്? ഞാൻ കാണാറുണ്ട് റീലുകൾ. ഇവരെ കൊണ്ടത് മൊത്തം ഒന്ന് മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം. ഭയങ്കര കോമഡി. ഭയങ്കര കോമഡിയാണ്. മറ്റേ എന്താ ഡയറക്ഷൻ കാർഡിന് മുന്നേ ആദരാഞ്ജലി വെക്കേണ്ടി വരും. കിട്ടി. കേൾപ്പിക്കട്ടെ? 7 മണി രാവിലെ. 7 മണി. ഓക്കെ. खामोश अबे ओ तिलंगी की छठी औलाद, बिल्ली के नाखून बच जाने से बिल्ली अमिताभ शेर बच्चन। नहीं बन जाती। और एक चुटकी आज के बाद अपने चमचों के आगे बजा, सीनियर इंस्पेक्टर विक्रम सिंह क्राइम ब्रांच के आगे नहीं। ഇത് അയച്ചു കൊടുത്തു. ശത്രുഘ്നൻ സിംഗ് ഡയലോഗാണോ? തിരിച്ചു വന്നെന്താണെന്നറിയോ? ആ എക്കോ കേട്ടില്ലേ? കക്കൂസിലിരുന്നിട്ട് രാവിലെ ഒരു സൗണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഇതും കൂടെ അയച്ചു കൊടുത്തു. അതെ. ഈ അടുത്ത് Reply? ഞാൻ റിപ്ലൈയോ ഒന്നും വന്നില്ല. ഈ അടുത്ത് ഞാൻ കണ്ടു ഒരു അവൻ തമിഴ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ന്യൂസ് ഇല്ല, ഉണ്ട്. അത് fake ഉടനെ ഞാൻ തമിഴ് അയച്ചു. അതും കേൾപ്പിക്കും. അത് ഫേക്ക് ആണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. നീ ചോദിച്ചല്ലേ? നമ്മൾ തുല്യ നോക്കി അവൻ സൂപ്പർ സ്റ്റാറുകളെ വെച്ചിട്ട് ചെയ്യും. എനിക്ക് നിങ്ങളുടെ നമ്പർക്ക് മ്യൂട്ട് ഇട്ടേക്കാം. നമ്മൾ ആദ്യം സ്റ്റാർ ആയ അവന്റെ അടുത്ത് പോകും. Correct. അല്ലാതെ Correct. ഇപ്പൊ എന്റെ സംശയം എന്താ അറിയോ? അവൻ സ്റ്റാർ ആയ സ്ഥിതിക്ക് അവനെ തുല്യ തന്നെ എനിക്ക് ബലമായ സംശയമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ സ്വന്തം പടം സബ്ടൈറ്റിൽ ഇട്ട് കാണുന്ന ഒരേ ഡയറക്ടറാ പുള്ളിയായിരിക്കുന്നത്. കാരണം പുള്ളിക്ക് ഹിന്ദി അറിഞ്ഞൂടാതെ. ഇപ്പൊ ഇവൻ പറഞ്ഞ പോയിന്റ് ശരിയാ. മിക്കവാറും അങ്ങനെ വെരി ബാങ്കബിൾ സ്റ്റാർ ആണ്. വേറെ ആരുടെ ഡേറ്റിന്റെ പുറകെ പോണ്ട. ഞാൻ എന്നെ തന്നെ അത് സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മിക്കവാറും ഇത് കണ്ടിട്ട് അവന് ഐഡിയ കൊടുക്കണ്ട. ഇത് കട്ട് ചെയ്ത് എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ആലോചിച്ചില്ല എന്നുള്ള സീന. എല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടിയാ. ഇപ്പൊ ഗൗരിയുടെ പേര് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ 96 റെഫറൻസ് പറയും. ശരിക്കും ആ പടം ഇത്ര ഹിറ്റ് ആവണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ എന്ത് പറഞ്ഞാലും 96 ഉള്ള അതിന്റെ അകത്തുനിന്ന് പുറത്തെടുക്കാൻ പറ്റുന്നില്ല. ഗൗരി എന്ന് പറയുമ്പോൾ 96 ഗൗരി അങ്ങനെ ഒരു ടാഗ് വരുന്നുണ്ട്. അതൊരു ലേബലായി എനിക്ക്. അതെനിക്ക് എപ്പോഴെങ്കിലും മാറുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഐ തിങ്ക് എന്നെ തന്നെ പ്രൂവ് ചെയ്യണോ ചിലപ്പോൾ തോന്നും. ഇതിപ്പോൾ 5 വർഷം 6 വർഷം ആവാറായി, എന്നാലും എൻ്റെ 96 ആണല്ലോ ഇപ്പോഴും പറയുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ് ചെയ്യുന്നതൊന്നും അങ്ങ് ഇമ്പാക്റ്റ് ഇല്ല എന്നുള്ളൊരു സങ്കടം ചിലപ്പോൾ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞവർക്കും അത്രയും ഒരു ക്യാരക്ടറിനെ ഓരോരുത്തർ അവരുടെ എക്സ്പീരിയൻസ് അവരുടെ കണ്ണ് നിറഞ്ഞാണ് ഓരോ ജാനുവിൻ്റെ പറ്റി അവർ പറയുന്നത്. അപ്പോൾ അത്രയും ലവ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് എൻ്റെ ആദ്യ സിനിമയായിട്ട് അങ്ങനത്തെ ഒരു ക്യാരക്ടർ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. അതില്ലെങ്കിൽ ഞാനില്ല എന്ന് വേണമെങ്കിൽ പറയാം. സോ ഐ എം വെരി പ്രൗഡ് ഓഫ് ദാറ്റ് ഐഡൻറ്റിറ്റി. പക്ഷേ ആസ് എൻ ആക്ടർ ഞാൻ ജാനു മാത്രമല്ല. ഇടയ്ക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ബയോ ദാറ്റ് ഗേൾ ഫ്രം 96 ബട്ട് എ ലോട്ട് മോർ എന്നായിരുന്നു. ബട്ട് ഒരു ഡയറക്ടർ എന്നോട് പറഞ്ഞു, സി അത് പറയുമ്പോൾ തന്നെ യു ആർ ലിമിറ്റിംഗ് യുവർ സെൽഫ് ഇൻ ദ സെൻസ് എന്തോ ഭയങ്കര ഒരു റേസിൽ എന്തോ പ്രൂവ് ചെയ്യുന്ന പോലെ. സോ ഐ ഫീൽ ഹി സെഡ് ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ ഇറ്റ്സ് ടൈം, യു ആർ ഡൂയിങ് ഗുഡ്, അത് നടന്നോളും. അതിനെക്കുറിച്ച് ഓരോരുത്തർ പറയുമ്പം അങ്ങനെ ഇതാവണ്ട, ഇറ്റ് വിൽ ഹാപ്പൻ എന്നുള്ളൊരു അഗൈൻ വൺ മോർ ബ്രേക്ക് ത്രൂ മൂവി ഈസ് അറൗണ്ട് ദ കോർണർ എന്ന് വിശ്വസിക്കുന്നു ഞാൻ.
ഈ സീരീസ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ചില കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നതിന് ഒരു മീറ്റർ എന്താ അതിനെ പറയണ്ട, ഒരു ലെവൽ ഉണ്ടാവും. ഇപ്പം ഒരു സൈക്കോ ക്യാരക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു മീറ്റർ പിടിച്ച് പോവാം. ഇതിലെ എല്ലാ ക്യാരക്ടറും അധികം ലൗഡ് അല്ലാണ്ട് വളരെ നോർമലി സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. അപ്പം ഈ അഭിനയിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കൺട്രോൾ ചെയ്ത് അഭിനയിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വളരെ നാച്ചുറലി ബിഹേവ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു പിടിച്ചാണോ പോയിരുന്നത്? 3 പേരെടുത്ത് അങ്ങനെ ബോധപൂർവമായിട്ടുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നില്ല. നമ്മൾക്കൊക്കെ ഞങ്ങൾ മുന്നേ അഭിനയിച്ചിട്ടുള്ളൊക്കെ കുറച്ചുകൂടി എക്സാജറേറ്റഡ് ഹ്യൂമറുകൾ ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അത്ര പോട്ടാന്ന് നമ്മൾ പരസ്പരം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 100% സ്ലൈസ് ഓഫ് ലൈഫ് ട്രീറ്റ്മെൻ്റ് അല്ല, അത്യാവശ്യം ട്വീക്ക് ചെയ്തിട്ടുള്ള ഹ്യൂമറുകളും ഇതിനകത്തുണ്ട്. അപ്പം ഇതൊരു മിഡിൽ ഗ്രൗണ്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഭയങ്കര പ്രകൃതി ആയാലും പ്രശ്നമാണ്. അല്ല അത്ര പേരിട്ടാരായിരിക്കില്ല പ്രകൃതി പടം. ഞാൻ ഓൺലൈനിൽ കണ്ടത് ആ പേര്. നമ്മളത് ആരായിരിക്കും ആദ്യം കൊണ്ടുവന്നല്ലേ? പ്രകൃതി ഇൻ സെൻസ് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട്. റിയലിസ്റ്റിക്. സ്ലൈസ് ഓഫ് ലൈഫ് ആണ് അതിന്റെ കറക്റ്റ്. ചീത്തവാക്കാണോ? അല്ല, ഞാൻ ചോദിച്ച അതാ. അല്ല എല്ലാവരും ഇപ്പൊ അങ്ങനെ തെറി വിളിക്കുന്ന ഇംപ്രഷൻ വന്നു. ഒരു ഡ്രാമ വേണമല്ലോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ഇങ്ങനെ ഒരു ഗ്രാഫ് വേണം. വേണ്ടുന്ന സാഹചര്യങ്ങൾ സിനിമാറ്റിക്കും ആണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നാച്ചുറൽ അൺനാച്ചുറൽ മാത്രമായിട്ടല്ല പോയിരിക്കുന്നത്. കുറച്ച് അത്യാവശ്യം എലവേറ്റഡ് ആയിട്ടുള്ള മൂമെന്റുകളും ഡ്രാമയും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പം നമ്മൾ ചില സിറ്റുവേഷൻസ് അനുസരിച്ച് ഒന്ന് ട്വീക്ക് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ എനിക്ക് ഇവരുടെ ഒരു പെർഫോമൻസ് ഉണ്ട്. ക്ലൈമാക്സിന് മുമ്പായിട്ടൊരു ഒരു വെയിറ്റിംഗ് ഷെഡിൽ വെച്ചിട്ട് എല്ലാം വെയിറ്റിംഗ് ഷെഡ്, കാർ പാർക്കിംഗ് സ്ഥലം. നിങ്ങളുടെ ബസ് സ്റ്റോപ്പ് ആക്ച്വലി ബസ് സ്റ്റോപ്പ് രണ്ടും ഒന്നല്ലേ? ഓഫീസ് കാർ പാർക്ക്, നമ്മുടെ കാർ പാർക്കിംഗ് ഷെഡ്, രജിസ്ട്രാർ ഓഫീസ് ഷെഡ്. ഇവർ രണ്ടുപേരുടെയും എനിക്ക് തോന്നുന്നു നീരജിൽ നിന്നും ഞാൻ കാണാത്തതും ഗൗരിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് സിനിമ കണ്ടുള്ളൂ. പക്ഷെ ഈ രണ്ടുപേരും റിയൽ ലൈഫിൽ എങ്ങനെയാണോ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പെർഫോമൻസ്. അതിങ്ങനെ കണ്ട് നമ്മളിങ്ങനെ എല്ലാവരും ആ സെറ്റിലുള്ള എല്ലാവരും ആക്ച്വലി ഇവർ കുറച്ചൊക്കെ വൈകി വന്ന് ദേഷ്യത്തിലുണ്ടായിരുന്നെന്ന് തോന്നി. എനിക്കറിയില്ല കേട്ടോ, ആ ദേഷ്യമൊക്കെ എല്ലാവരും ക്ഷമിച്ചു. അല്ല അത് വൈകാൻ കാര്യം ആ സീൻ നമ്മൾ ആദ്യത്തെ ദിവസം ഷൂട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് ഞാൻ വിഷ്ണുവിനടുത്ത് തോന്നി. ഇതിൻ്റെ ഒന്ന് പൊളിക്കണം എന്ന് തോന്നി. അപ്പോൾ വിഷ്ണുവിന് ഭയങ്കര ക്രൂഷ്യൽ പോയിന്റ്. അപ്പം അറിയാലോ, ഒരു സെറ്റിൽ നമ്മൾ അവിടെ നിന്നിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവരും പലതും പറയും. പക്ഷെ വിഷ്ണുവിന് മനസ്സിലായി ഇതിപ്പോൾ ഈ സീൻ എടുത്താൽ ഇത് കുളമാവും. അങ്ങനെ നമ്മളത് അന്ന് ആ സീൻ ഷൂട്ട് ചെയ്യാതെ റാപ്പ് ചെയ്തിട്ട് വേറൊരു ദിവസം നമ്മൾ അത് വീണ്ടും റീവർക്ക് ചെയ്തിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ റീവർക്ക് ചെയ്തത് പെട്ടെന്ന് നമുക്കത് അതിലോട്ട് ഇറങ്ങാനുള്ളൊരു സമയം, കാരണം ഞങ്ങൾ കുറച്ച് ടൈം എടുത്തതിലേക്ക് എത്താൻ. പക്ഷെ ഇവർ രണ്ടുപേരും ക്ലൈമാക്സിനോട് ക്ലൈമാക്സ് തന്നെയല്ലേ അത്? ക്ലൈമാക്സ് തന്നെയാണ്, പ്രീ ക്ലൈമാക്സ് പോലെ. പക്ഷെ അത് ഷൂട്ട് ചെയ്തപ്പോഴും കുറച്ച് ഇന്റൻസ് ആയിരുന്നു എനിക്കും. ഫയർ ഫീൽ ചെയ്തു രണ്ടുപേർക്കും. അതിപ്പോ എത്ര ഒരു വർഷം അടുത്തായി ഞാനത് ഷൂട്ട് ചെയ്തിട്ട്, എന്നിട്ട് എനിക്കത് ഇന്നും എൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ അത് പേഴ്സണലി കുറെ ഇമോഷൻ നമ്മൾ അത് ചെയ്യുമ്പോൾ ഇറ്റ് ടേക്സ് എ ടോൾ ഓൺ യു. അപ്പോൾ ആ സമയത്ത് ആ സീൻ കഴിഞ്ഞിട്ടൊരു ഹെവിനെസ് ഞാൻ ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആ സീൻ കാണുമ്പോഴും യു സ്റ്റിൽ നോട്ട് ഔട്ട് ഓഫ് ഇറ്റ്. അതുകൊണ്ട് എനിക്കൊരു ജഡ്ജ്മെന്റ് കിട്ടുന്നില്ലായിരുന്നു. പക്ഷെ എല്ലാവരും, അജു ചേട്ടനും എല്ലാവരും ഇത് വർക്ക് ആവുന്നുണ്ടെന്ന് പറയുമ്പം ഒരു നല്ല ഫീലിംഗ് ഉണ്ട്. ബട്ട് ഇറ്റ് വാസ് എ ചാലഞ്ചിങ് സീൻ. ഡയറക്ടർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാണാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. അല്ല, ഞാനും ആ സീനൊക്കെ കാണാൻ കാത്തിരിക്കുന്നു. ഇതുവരെ ചെയ്യാത്ത ഓരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത എന്തെങ്കിലും, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ കേൾക്കുമ്പോൾ ആൾക്കാർ അയ്യോ എന്ന് തോന്നുന്ന എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. റാണ ദഗുബട്ടിയോട് ഇവൻ ഓർമ്മയുണ്ടോ ചോദിച്ചത് ഞാനിങ്ങനെ അയ്യോ ഓർമ്മയുണ്ടോന്നോ. റാണ ദഗുബട്ടി ഇവനും പരിചയമുണ്ട് ആക്ച്വലി, ദുബായിലൊരു ഫംഗ്ഷന്. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് സിംഗപ്പൂരിൽ ഇവർ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പാർട്ടിയില്ല. അപ്പൊ ബണ്ണീസ് പാർട്ടി. നമുക്കറിയില്ലല്ലോ ബണ്ണി ആരാന്ന്. വന്നിട്ട് ഐ എം ഗോയിങ് ഫോർ ബണ്ണീസ് പാർട്ടി. അപ്പോൾ കുറച്ചുണ്ടായിരുന്നെ ഇദ്ദേഹം ഇതാന്ന്. അയ്യോ ഇവർ അതിന് വിളിച്ചോ? അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മക്ബൂല് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ വി ആർ ഗോയിങ് ഫോർ ബണ്ണീസ് പാർട്ടി. അപ്പം നിധി പറഞ്ഞു എന്നെ വിളിച്ചിട്ടുണ്ട്. നിന്നെ വിളിച്ചല്ലോ, നിന്നോട് അവർ പറഞ്ഞത് വി ആർ ഗോയിങ് ഫോർ ബണ്ണീസ് പാർട്ടി അല്ലേ? അല്ലല്ലല്ല, ആർ യു കമ്മിങ് ഫോർ ബണ്ണീസ് പാർട്ടി? എന്തായാലും പോയല്ലോ, പോയി തകർത്ത് ഡാൻസ് കളിച്ച് അവസാനം രവി തേജയും നീയും കൂടെ ഡാൻസ് വേറെ ലീഗ്.
ഇങ്ങ് പോയി. എന്നിട്ട് പിറ്റേ ദിവസം തോന്നുന്നു റാണ ദഗുബട്ടിയോട് എന്തോ ഇങ്ങനെ സംസാരിച്ച് ഇവൻ ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവൻ ഡു യു റിമെമ്പർ മീ? അപ്പോൾ പുള്ളി ഇങ്ങനെ പെട്ടെന്ന് ചോദ്യം വന്നപ്പോൾ പുള്ളി ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ആച്ചപ്പോൾ യു ഡോണ്ട് സീം ടു. ഞാൻ അയ്യോ പുള്ളിക്കൊരു അവാർഡിൻ്റെ അത്ര ഉള്ളു. അന്ന് അദ്ദേഹം മറ്റേത് കഴിഞ്ഞിട്ടല്ല. ഞാനത് ആ പാർട്ടിയിൽ വെച്ചിട്ടാ ചോദിച്ചത്. ആണോ? ആ, അന്ന് കുറച്ച് പറ്റായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ബോധത്തോടുകൂടി പുള്ളിയോട് അങ്ങനെ ചോദിക്കില്ല. പക്ഷെ അന്ന് അദ്ദേഹം നല്ല പുട്ടോണോ. അതാണ് അതെനിക്ക് വിഷയം. ഇപ്പൊ മെലിഞ്ഞു. ആ വിഷയം ഞങ്ങൾക്കുണ്ട്. നിന്നെ കൊണ്ടുപോട്ടെ. ഞങ്ങള് കൊണ്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ പുള്ളി പരിചയമുണ്ട്. ഞാൻ പോയി ചോദിച്ചു. അവൻ ജാടയാണെന്ന്. ദുബായിൽ ഇവര് പരിചയപ്പെട്ട് സംസാരിക്കുന്ന ആ ഷോയിലും ഞാനുണ്ട്. അപ്പൊ എനിക്കറിയാം ഇവര്. ഇൻഫാക്ട് അദ്ദേഹം ഇവന്റെ ഒരു എക്സ്റ്റംബർ ഡാൻസ് ഉണ്ടായിരുന്നു ദുബായിൽ. എ ആർ റഹ്മാൻ സോങ് കിട്ടിലായിട്ട് പെർഫോം ചെയ്തിട്ട് അന്ന് അതിനെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചു. അദ്ദേഹം ഇത് കുറച്ച് നാൾ കഴിഞ്ഞപ്പം പിന്നെ പാർട്ടിയുടെ ഒരു മൂഡിലായപ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ഇരുട്ടത്ത് കിട്ടിയില്ല. പക്ഷെ അതേപോലെ ഇഷ്ടമായില്ല. അവൻ ഉടനെ പ്രതികരിച്ചു. അല്ല, ഞാൻ ഈ അല്ലു അർജുന്റെ പാർട്ടിക്ക് പോയപ്പോൾ അല്ലു അർജുൻ അവിടെ കാണുന്നില്ല, ബാക്കി പരിചയമുള്ള ആരും ഇല്ല. അപ്പൊ പെട്ടെന്ന് റാണാ ദഗുബട്ടി തൂണ് പോലെ നിൽക്കുന്നു. അപ്പൊ ഇയാളോട് പോയി സംസാരിച്ച് തുടങ്ങിയിട്ടൊന്ന് കമ്പനി ആക്കിയിട്ട് അവിടെ ഒന്ന് നമ്മൾ സെറ്റ് ആവണമല്ലോ. അപ്പൊ പുള്ളിയോട് പോയിട്ട് ചോദിച്ചപ്പോൾ ഡു യു റിമെമ്പർ എന്ന് വെച്ചാൽ പുള്ളി കുറച്ചേരം നോക്കി. അപ്പൊ പുള്ളി പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് ജെന്യുവൻ ആയിട്ടുള്ള ഉത്തരം അല്ല എന്ന് തോന്നിയോണ്ട് ഞാൻ ചോദിച്ചു യു ഡോണ്ട് സീം ടു എന്ന് പറഞ്ഞു. അപ്പൊ ഇതാരോ അവിടുന്ന് കണ്ടിട്ട് പോയി പറഞ്ഞു കൊടുത്തത്. മറുപടി എന്തായിരുന്നു? അല്ല, പിന്നെ പുള്ളി എന്നെ കൊണ്ട് അവിടെ അനിരുദ്ധ്, DSP, പിന്നെ രവി തേജയൊക്കെ പരിചയപ്പെടുത്തി. പിന്നെ അവിടുന്ന് കഥകൾ ഉണ്ടാകുമല്ലോ. എന്നെ ഉണ്ടാ നീ അന്ന് അത്രയും അത്രയും മട്ടില്ല കേട്ടോ. അന്നൊക്കെ നമ്മൾ ഇടിച്ചിറങ്ങി ചെല്ലുവാണ്. പിന്നെ ഇവര് പാട്ടിടുന്നു, ഡാൻസ് കളിക്കുന്നു. ആരാന്നറിയാത്ത ഒരുത്തം കയറി അവിടെ പിടിക്കും. അവിടെ ഡാൻസ് കിട്ടിക്കഴിഞ്ഞാൽ സെന്റർ ഓഫ് അട്രാക്ഷൻ ആയി. അവസാനം ഞാനീ പറഞ്ഞ സൂപ്പർ സ്റ്റാർ, അവിടുത്തെ സൂപ്പർ സ്റ്റാർ, ഇവർ രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്തേ. അല്ല, പക്ഷെ അതൊന്നും ഇപ്പൊ അത്രക്ക് ഞാൻ ചെയ്യില്ലായിരിക്കും. അതൊക്കെ അന്ന് 10 വർഷം മുന്നേ, അല്ല ഒരു 5-8 വർഷം മുന്നത്തെ കാര്യം. ഈസിലി 10. അപ്പൊ എനിക്ക് നമ്മുടെ ആ ചോരത്തിളപ്പാണല്ലോ ഇവരൊക്കെ കാണുമ്പോ. ഇവരുടെ കൂടെയൊക്കെ ഇവരാരും വിളിച്ചാ വരില്ല. ഇവരൊക്കെ മറ്റേ ഇരുന്നടി ഇവരൊക്കെ കസേര ഇട്ടിരുന്നിട്ടുള്ള മറ്റേ ഊള മലയാളി ഇരുന്നടി ഡീസന്റ് അടി. ഞാൻ പറഞ്ഞത് അതല്ല, നമ്മൾ പാർട്ടി ചെയ്യണ്ടേ. ഹൈദരാബാദിലൊക്കെ പോയാലാണ് ഇതിന് അവസരം കിട്ടുള്ളൂ. എന്തോ പറയുന്നുണ്ട്. അതായത് ഈ പാർട്ടിയില് അപ്പൊ എനിക്ക് പൊതുവെ പാർട്ടികൾ താല്പര്യമുള്ള ആളല്ല. ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരി, ഞാൻ സമ്മതിക്കണു. ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നതാണ്. അപ്പോ ഞാൻ ശബരീഷ് കൂടെ മുറിയിലിരുന്നാണ് അടിക്കുന്നത്. ഇത് ഏത് പടത്തിന്റെ സമയത്താ? പടമല്ല, പടത്തിൽ ഞങ്ങൾ അടിക്കാറില്ല. വെറുതെ നിങ്ങൾ ഇത് ഐഫയോ സൈമയോ അങ്ങനെ എന്തോ ഒരു അവാർഡ് നൈറ്റ് ആണ്. അപ്പൊ 4 ഇൻഡസ്ട്രി ഉണ്ട്: കന്നഡ, തെലുഗു, മലയാളം, തമിഴ്. അപ്പം ഞാൻ ശബരീഷും മുറിയിരുന്ന് അടിക്കുന്നു. അപ്പം നിവിൻ എന്തോ കാര്യത്തിന് കാണണം എന്ന് പറഞ്ഞു. അപ്പം നിവിൻ കാണാൻ വിളിച്ചിട്ട് നിവിൻ പാർട്ടിയില്ല. അപ്പം ഇത് വേറെ പാർട്ടിയാ. അല്ല, ഈ പാർട്ടിയിലെ കഥ പറയാൻ ഞാൻ. എന്നിട്ട് ഞാൻ അതിലേക്ക് വരാം. ഇത് പക്ഷേ ഇതല്ല പാർട്ടി. അപ്പൊ ഈ ഓരോ ഹോട്ടൽ ടവറുകളുണ്ടല്ലോ. അപ്പൊ അവിടെ ആക്സസ് വേണം. അപ്പൊ ആക്സസ് അങ്ങനെയൊക്കെ ഒപ്പിച്ച് നിവിന്റെ അടുത്ത് പോയിട്ട് എന്തോ മൊബൈൽ ചാർജ് ചെയ്യാൻ എന്തോ ഹോസ്റ്റ് ചെയ്തു. ഇപ്പൊ 32ാമത്തെ ടവറിലെ സെക്യൂരിറ്റി നല്ല ഓർമ്മ. 32 സെക്യൂരിറ്റി പരിപാടി. നിവിന്റെ ഫോൺ ചാർജ് ഇടാൻ പാർട്ടിയാണ്. രാത്രിയാ 12 മണിക്ക് കഴിഞ്ഞു. അപ്പൊ നിവിന്റെ ഫോൺ ചാർജിന് ഇടാൻ വേണ്ടി ചോദിച്ചോണ്ട് ഞാൻ ചെന്നത് എടുത്ത്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ നിവിനും വിക്രം സാറും ഒക്കെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാൻ ദൈവമേ നീ ഇത്ര വലിയ ആളായോ, അതായത് തോളത്തൊക്കെ ആയിട്ട് ഞാൻ ചെന്ന് ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചേർന്ന് വരാം കേട്ടോ. അപ്പോൾ അവിടെ രാധിക ശരത്കുമാർ മാം അങ്ങനെ കുറേ പേര് ഡാൻസ് ചെയ്യുന്നു. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നടുക്ക് പരിചയമുള്ള ഒരാള് അവിടെയുണ്ട്. അപ്പം ഞാൻ ഇവ എങ്ങനെയാണോ ഇവിടെ. അപ്പം ഞാൻ മനസ്സിൽ ശബരീഷോട് ഉണ്ട്. അവര് തമ്മിൽ പരസ്പരം ചോദിക്കുന്നത് യാരെന്താ പയ്യെ യാ தெரியாது പക്ഷെ സമ്മ ഡാൻസ് ആടുറേ. അപ്പുറത്തെ വിക്രം സാർ, ഇപ്പുറത്തെ അല്ലു. അതിന്റെ ഇടയ്ക്ക് ധനുഷ് നടക്കുന്നുണ്ട്. എല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഈ കോൺഫിഡൻസ് ഞാൻ ചാൾസ് ലെവലായിട്ട്. പക്ഷെ അവന്റെ കയ്യിൽ പിടിക്കാനുള്ള എല്ലാരും ഇമ്പ്രസ് ചെയ്യാനുള്ള ഒരു സാധനം ഉള്ളതുകൊണ്ട് അവിടെ നമ്മളത് ചെയ്യാൻ പോയാ ലാസ്റ്റ്. പക്ഷെ അവിടെ എൻട്രി കിട്ടിയത് അവിടെ എന്നെ വിളിച്ചതാ കേട്ടോ. അവിടെ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ പെർഫോം ചെയ്യുന്ന ആൾക്കാരൊക്കെ 2 ദിവസം മുന്നേ എത്തിയിരുന്നു.
അപ്പം നമ്മുടെ മലയാളത്തിൽ നിന്ന് ആരുമില്ല. അപ്പം അനിരുദ്ധുണ്ട്, റാണ ദഗ്പതി, സീവ മിർച്ചി, ഇവരൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളൊക്കെ കൂടെ ഒരു ഹാങ് ഔട്ട് സെഷന് തലേന്ന് പുറത്ത് പോയി പാർട്ടി ചെയ്തിരുന്നു. അപ്പോൾ അതൊരു കോർ ക്രൂ ആയി മാറി. ഞങ്ങളെയൊക്കെ ഇവർ നേരത്തെ വിളിച്ചിട്ടുണ്ട്. ഇവരൊക്കെ അത് റാണയുടെ ഇപ്പൊ കണ്ട ഫ്രണ്ട്സ്. പക്ഷെ എന്താ കോമഡി, അവർക്ക് മലയാളത്തിലുള്ള ഒരു ആക്ടർ എന്നുള്ള അല്ലാതെ അന്ന് ഞാൻ അങ്ങനെ മറ്റേ പോപ്പുലർ ഒന്നുമല്ല. അപ്പൊ ഇപ്പം അവർക്കത് ഓർമ്മ ഉണ്ടാവും എനിക്കറിയില്ല. ഇപ്പൊ അവര് ഫാമിലി മാൻ കണ്ടുണ്ടോ? അതെ അതെ ഇവനാണ് അവൻ എന്നുള്ളത് അവർക്ക് പക്ഷെ ചിലപ്പോ എവിടെയോ കണ്ടിട്ടുണ്ടോ തോന്നുന്നുണ്ടാവും. ഇല്ല, ആ ബോധം ആർക്കും ഉണ്ടാവില്ല എന്ന് നമുക്ക് സംശയമുണ്ട്. ആ സമയത്ത് അവിടെ ആർക്കും ബോധമുണ്ട്. ഓക്കെ, ഈ ഡാൻസ് കളിച്ച ഏറാമൻ്റെ സോങ് ഡാൻസ് കളിച്ച് എല്ലാവരും കയ്യിലെടുത്തെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ്. കുറച്ച് നാൾ മുന്നേ RDX ഒക്കെ ഇറങ്ങുന്നതിന് മുന്നേ നീരജിൻ്റെ ഒരു ഡാൻസ്, നീരജ് പാട്ട് പെർഫോം ചെയ്യുമ്പോൾ സ്റ്റേജിൽ വേദിയിൽ നിന്നും അധികം റെസ്പോൺസ് വരാത്തതിന് ഒരുപാട് ആളുകൾ കളിയാക്കുകയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം RDX വരികയും ആ പാട്ട് എന്താ പറയുക, ഒരു വല്ലാത്തൊരു ആ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ആ ഒരു മൂഡിലേക്ക് നമ്മളെ പാട്ട് എത്തിച്ചു. അതിനുശേഷം ഒരു സ്റ്റേജിൽ നീരജ് വരുമ്പോൾ പ്രേക്ഷകർ ആർത്തുല്ലസിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ട് നീരജ് ഒരു കോട്ട് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു എന്താ പറയുക, ആ ഒരു ട്രിഗർ, ആ ഒരു വാശി, എപ്പോഴും വാശി അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തായിരുന്നു ആ ഒരു അല്ല, കാരണം ഒരുപാട് ട്രോൾ ചെയ്യപ്പെട്ടിരുന്ന ഒരു സമയത്ത് ജു ബ്രോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ട്രോൾ ചെയ്യുന്നത് കളിയാക്കുന്നുണ്ടായിരുന്നു. ബ്രോ എന്താണ് ബ്രോ തിങ്സ് ഹീസ് എന്താണ് മറ്റേ അനിരുദ്ധ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ ഒരു തിരിച്ചുവരവും. നമ്മുടെ ഒരു പയ്യനെ ഒരാളെ കളിയാക്കാൻ നമുക്ക് പ്രത്യേക ഇഷ്ടമാണല്ലോ ആക്ച്വലി. അതിന് ശേഷമുള്ള ഒരു വരവ് ഗംഭീരമായിരുന്നു. ആ ഒരു അതിന്റെ ഏറ്റവും വലിയ രസം അത് കഴിഞ്ഞിട്ട് അയാൾ കഷ്ടപ്പെട്ട് അയാളൊരു കാര്യം ചെയ്ത് അപ്പൊ നമ്മുടെ പയ്യൻ വിഷമം ഉണ്ടായിരുന്നു ഒരു പക്ഷേ. എനിക്കുള്ള സ്വഭാവട്ടെ ഞാൻ പറഞ്ഞേ, എനിക്ക് മലയാളികളുടെ കോമഡി ഞാൻ ഉൾപ്പെടെ. അല്ല ആക്ച്വലി അത് അന്ന് ഒരു പടത്തിന്റെ പ്രൊമോഷൻ ഇപ്പം എന്നോട് പാടാൻ പറഞ്ഞിട്ട് ഞാൻ പാടിയത് ആൾക്കാർ തിരിച്ച് പാടാത്തതിൻ്റെ ആയിരുന്നു ട്രോളായത്. അത് പൊതുവിൽ നമ്മുടെ ഓഡിയൻസിന് ഇങ്ങനത്തെ ലൈവ് അപ്പം ഞാൻ വിചാരിച്ചത് എന്താ, ആൾക്കാർ നമ്മളൊരു ആക്ടർ എന്നുള്ള രീതിയിൽ പാടാനൊക്കെ ശ്രമിക്കുമ്പോൾ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യും എന്നുള്ളിടത്ത് പെട്ടെന്ന് അത് ഇങ്ങനെ ബാക്ക് ഫയർ ആയപ്പം അന്നേരം കുറച്ച് ഇത് തോന്നി. പക്ഷെ പൊതുവിൽ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഈ ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ ഒരു ഫേക്ക് ഹ്യൂമിലിറ്റി ആണ്. എല്ലാവരും ഹമ്പിളായിട്ട് കാണാനാണ് ഇഷ്ടം. പ്രത്യേകിച്ച് താരങ്ങളെ ഓവർലി ഡ്രസ്സ് ചെയ്യുന്നതോ എന്തും അതിപ്പോൾ നമ്മൾ ഫേക്ക് ആണെന്ന് അറിഞ്ഞാൽ പോലും അത് ഒന്ന് നിലത്ത് നിൽക്കട എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് പൊതുവിൽ ഒരു വിഭാഗം മലയാളികൾക്കുണ്ട്. അപ്പം സ്മാർട്ട്നെസ് എന്ന് പറയുന്ന പരിപാടികളോ അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ മുന്നേ ഒരിക്കലും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളുടെ ഒരു കോമ്പറ്റിറ്റീവ് വേൾഡിൽ നമുക്ക് മുൻനിരയിലേക്ക് വരാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഈ പറയുന്ന കോൺഫിഡൻസ്, വെൽ സ്പോക്കൺ ആവുക, നന്നായി ഡ്രസ്സ് ചെയ്യുക. എന്നാൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കാത്ത ചമ്മൽ, ജാള്യതയൊക്കെയാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു റിയൽ ലൈഫിൽ, റിയൽ വേൾഡിൽ വെൻ യു ആർ ഔട്ട് ദെയർ ഈ ഫാക്കൽറ്റീസ് ഒന്നും വെച്ചിട്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കാണിക്കുന്ന എല്ലാ ആൾക്കാരും ജെനുവിൻ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇത് ആൾക്കാരെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി കാണിക്കുന്ന പരിപാടിയാണ്. അവരൊക്കെ കഷ്ടപ്പെട്ട് വെട്ടിക്കയറി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആൾക്കാരെ മുന്നിൽ എത്തുമ്പോൾ നമ്മൾ അയ്യോ, ഞാൻ പറഞ്ഞത് ജെനുവിൻലി വരുന്ന ആളുകളുണ്ട്, പക്ഷെ അതല്ലാതെ അത് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് നാച്ചുറലി അത് വരില്ല. അപ്പോൾ ഞാൻ എൻ്റെ കോൺഫിഡൻസും എൻ്റെ ഒരു എനർജിയും എൻ്റെ ഒരു ഇതും വളരെ ബോൾഡായിട്ട് തന്നെ അത് പ്രൊജക്റ്റ് ചെയ്യുമ്പം പലപ്പോഴും ആൾക്കാർക്ക് അതിനോടൊരു താല്പര്യക്കുറവ്, ഒരു ഈർഷ്യ തോന്നിയേക്കാം. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിരിക്കാം ഇവരെന്തെങ്കിലും ഒന്ന് പാളുമ്പം ഒരു കൊട്ട് കൊടുക്കണം. അതേസമയം ഞാൻ കുറേ കൂടെ ഹമ്പിളായിട്ടുള്ള ഒരു ഇമേജാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് അത്ര കിട്ടില്ലായിരുന്നു. എന്നാലും ഇപ്പോഴത്തെ കാലത്ത് കിട്ടും. ഓക്കെ, മേ ബി. പക്ഷേ അതിൽ കൊടുക്കുന്നതിലൊരു കുറവും വരുത്താറില്ല. ഒരു അവസരം കിട്ടിയ അല്ല, പക്ഷേ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ കയ്യിൽ നമ്പറുകളുണ്ട്. അത് ഒരു കറക്റ്റ് സ്ലോട്ട് കിട്ടുമ്പോൾ നമുക്കത് ഡെലിവർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസിൽ നമ്മൾ അതിങ്ങനെ ചെയ്യുന്നു. ലൈവ് ഭയങ്കര നല്ലതായിരുന്നു. നേരത്തെ പറഞ്ഞല്ലേ, കോൺഫിഡൻസും ഒരു പ്രസൻറ്റബിലിറ്റിയും ഒരു ഇതൊക്കെയാണ് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ ആവശ്യമുള്ളത്. എന്നാൽ മറ്റേതൊക്കെയാണ് അത് വെച്ചുകൊണ്ട് ഒന്ന് ആക്ച്വലി വിനയം പറ്റും എന്ന് പറഞ്ഞാൽ അതൊരു ബേസിക് ക്യാരക്ടറുണ്ട്. പക്ഷെ അത് ഒരു അതാണ് ഹ്യൂമിലിറ്റി അറ്റ് ഹാർട്ട് ഓക്കെയാണ്. പക്ഷെ ഹ്യൂമിലിറ്റി എന്ന് ഇവിടെ നമ്മൾ കൺസീവ് ചെയ്യപ്പെടുന്നത് നമ്മളുടെ വസ്ത്രധാരണവും പ്രകടനത്തിലാണ്, നമ്മളുടെ ഇരിപ്പും നമ്മളുടെ ടോണിലൊക്കെയാണ്. അല്ലാതെ നമ്മൾ ജെനുവിൻലി ഉള്ള ഹ്യൂമിലിറ്റി കുറച്ച് വർഷം മുന്നേ വരെ, പ്രീ കോവിഡിന് മുന്നേ വരെ കാൽമേ കാലിട്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ അടി കമന്റ് അത് ആരാടാന്നൊക്കെ ഉള്ളത്. ഇപ്പം എനിക്ക് വണ്ണമുള്ളതാണ് ഞാൻ അങ്ങനെ വെക്കാത്തത്. എനിക്ക് കംഫർട്ടബിൾ അല്ല. കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാൾ അങ്ങനെ ഇരുന്നതുകൊണ്ട് തെറ്റുന്നില്ല. അതിലെന്താണ് പ്രശ്നം? അല്ല, എൻ്റെ അമ്മയും അങ്ങനെ, ഞാനിപ്പോ ഞാൻ അങ്ങനെ എഴുതി എന്നോട് പറയാറുണ്ടോ അങ്ങനെ ഇരിക്കണ്ട. അങ്ങനെ കമന്റ്സ് കണ്ടിട്ടുണ്ട്. ഇപ്പം ആ കാലം പോയി. ഇപ്പൊ അങ്ങനെ കമന്റ്സ് ഇട്ടാൽ
അത് അവൻ്റെ സൗകര്യമല്ലേന്ന് പറഞ്ഞ് കമൻറ്റ് വരും. പണ്ട് ഒരു സിനിമയുടെ സെറ്റിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ, നമുക്കൊന്നും തുടക്കകാലത്ത് ഡെസ്കൊന്നും തരില്ലല്ലോ, അപ്പം ഇങ്ങനെ കഴിക്കുമ്പോൾ ഉടച്ചുള്ള ഒരാൾ വന്നിട്ട് അയാളെ കാലുകൊണ്ട് കാല് തട്ടിയിട്ടത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതാണ് ഇടറാന്ന് പറഞ്ഞിട്ട് ആണോ? ഞാനപ്പോൾ തന്നെ തിരിച്ചു കയറ്റി വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ കഴിക്കാൻ സൗകര്യം അല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ കാണുമ്പോൾ ഒന്ന് ആലോചിക്കേ. അല്ല അപ്പം അതാ പറഞ്ഞത്, അങ്ങനെയൊക്കെ ഇതൊക്കെ കുറെ പ്രീ കൺസീവ് നോഷൻസും ഇങ്ങനെയൊക്കെ ആവണം എന്ന് അവരെയും തെറ്റിദ്ധരിപ്പിച്ചേക്കാം ഇങ്ങനെ ആയിരിക്കണം എന്ന്. ആരോ എവിടെയോ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ റിസൾട്ട്സ് ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന ജനറേഷൻ ഇതെല്ലാം മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സമയം ഒരുപാട് ആയി. എന്തായാലും നല്ല ചോദ്യങ്ങളായിരുന്നു, നല്ലൊരു സെഷൻ ആയിരുന്നു. മുന്നോട്ടുള്ള യാത്രയെല്ലാം അടിപൊളിയാവട്ടെ. താങ്ക് യു. തുടർന്നെല്ലാം പൊന്നാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. എൻ്റെ ഒച്ച കേൾക്കുന്നില്ലായിരുന്നോ?